ആ ആ എന്താ താത്ത ബിരിയാണി പരിപാടി ഉണ്ടോ? കൊറേ ഉള്ളിയൊക്കെ തൊഴിച്ച് കൂട്ടുണ്ടല്ലോ. ആ സൈന, ബിരിയാണി പരിപാടി നല്ലടി. കുഞ്ഞുട്ടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഓനെ പത്തിരി ഇറച്ചിക്കറി എന്ന് പറഞ്ഞ ജീവനാണ്. അവിടെ കടന്ന് മരിച്ചു. അപ്പൊ കുഞ്ഞോളുടെ അവിടെ പത്തിരി ഉണ്ടാക്കണം. അപ്പൊ ഇറച്ചിക്കറിക്കുള്ള ഉള്ളി തൊഴിച്ചിട്ടേ വിചാരിച്ചു. ബിരിയാണി പിന്നെ അവിടുന്ന് എപ്പോഴും കിട്ടൂല. എന്നല്ലോ കട പണി. പഠിച്ചോനെ എന്റെ കുഞ്ഞുട്ടി വരുന്നുണ്ടോ എന്ന് കണ്ടതാ ഓനെ. നല്ലൊരു മനസ്സപ്പറ്റില്ല കുട്ടിയാ ഓന്. എവിടുന്ന് കണ്ടാലും വണ്ടി നിർത്തിക്കാണ്ട് താത്താ എന്തൊക്കെ വർത്താനം ചോദിച്ചു. അല്ല ഓൻ എത്ര കൊല്ലായി പോയിട്ട്? ഓൻ പോയിട്ടൊക്കെ 2 കൊല്ലായില്ല മളെ. 6 മാസം കഴിഞ്ഞിട്ട് വരണ്ട പറഞ്ഞ് പോയതാ എൻ്റെ കുട്ടി. 2 കൊല്ലായി. ഈ പാകം 3 മാസത്തെ ലീവിനാ വന്നിക്കണത്. കണ്ട് പൂതി തീരൂല. അപ്പക്കിന് പോകാനായില്ലേ. പിന്നെ ചങ്ങായിമാരിപ്പാണ് വന്ന് പൊത്തും. വന്നിക്കണെന്ന് അറിഞ്ഞപ്പം അങ്ങോട്ട് വന്ന് പൊത്തും. എന്നിട്ട് ഇങ്ങോട്ട് ഓലപ്പം തണ്ടി പോകും. കാണാൻ തന്നെ കിട്ടൂല. ആ സെമി വരുന്നുണ്ടല്ലോ. ആങ്ങളെ വന്നപ്പോഴേലും ഇഞ്ചാളൊന്ന് വന്നല്ലോ. എന്താ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പെരേക്ക് വരലില്ലേ? പിന്നെ ഇജ്ജാന്റെ കുടീന്ന് നീച്ചലില്ല. കഴിഞ്ഞ ആഴ്ചല്ല എൻ്റെ അമ്മന്റെ കുടിക്ക് വന്നത്. സെമി വന്നിട്ട് 2 മാസമായി ഇറങ്ങാണ്ട്. അനെ കാണാൻ കൂടിയേറ്റ്. അതിനിപ്പോ എന്താ ഇഞ്ച പെരേക്ക് ഇഞ്ചമ്മാക്ക് വന്നൂടെ? കെട്ടിച്ചു എന്ന് വിചാരിച്ചിട്ടേ മാപ്പിളാരുടെ തന്നെ കുത്തിരിക്കണമെന്നൊന്നുമില്ല. ഇടക്കൊക്കെ തന്തനെയും തള്ളനെയൊക്കെ വന്ന് കാണാം. അപ്പൊ എൻ്റെ ആങ്ങളെ വന്നു എന്ന് പറഞ്ഞപ്പോ കെട്ടുമാറാപ്പൊക്കെ കെട്ടിന് പോന്നല്ലേ ഇജ്ജ്? അല്ല തള്ള നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇഞ്ച മോന്ത കാണുമ്പോ എന്നും നിങ്ങൾക്ക് ചൊറിച്ചിലാണല്ലോ. പൊന്നാര സെമേജ് വന്ന് കയറാൻ ഒഴിവില്ല. അതോളോട് കത്തായി പിടിച്ചുകൊണ്ട് അവത്ത് കയറി പോയിക്ക. പൊന്നാര താത്ത ഞാനേ കണ്ട് മോത്തോക്കി പറയും. അതിനിപ്പോ ഞാൻ എന്ത് കരുതിയാലിച്ച് കുഴപ്പമില്ല. ഇന്നാള് ഞാനോളെ അങ്ങാടിന്ന് കണ്ടിട്ടേ ഒരത്തിയാണ് പോയിട്ട് ഓള് മുണ്ടിയില്ല. എന്നെ പോക്കി വലിപ്പത്തിലൊക്കെ ഉണ്ടായത്. ഓളാ പണ്ടത്തെ സെമി എന്നല്ല ഇപ്പൊ. താത്ത എന്താ പണി? സെമിയെ എത്തിയോ? ഞാനേ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു. കാക്കൂന് പത്തിരിയല്ലേ ഏറ്റവും ഇഷ്ടം. പത്തിരി ഉണ്ടാക്കണേ? കുട്ടികൾക്കൊക്കെ ബിരിയാണിയാ ഇഷ്ടം. ബിരിയാണി പിന്നെ എപ്പോഴും അവിടെ നിന്ന് കിട്ടണല്ലേ. കുഞ്ഞോളെ എന്നാ അങ്ങളെത്തിയോ? എന്താ വരണോ? അപ്പൊ എന്താ നേരെ പോയി? അവിടെ ഇറച്ചിക്കടയില് പെരും തിരക്കാണ്. എന്നും അറിവുണ്ട്. എന്നാലും അവിടെ കാലും സ്ഥലമല്ല അവിടെ. പോത്താ മൂലപ്പാ? അത് പോത്താണ്. ഓൻ വരുന്നല്ലേ. അപ്പൊ ഞാൻ നല്ല പോത്ത് നോക്കിയോണ്ട് വാങ്ങിയതാ. അതാണ് ഒന്നാമത് നേരം വെക്കി. മൂരിന്റെ ഉണ്ടായിരുന്നു. ഓൻ എന്നോട് പറഞ്ഞു പോത്ത് എടുക്കാനായിട്ടില്ല, മൂര് എടുക്കാനാവണുള്ളൂ. അങ്ങനെ പറഞ്ഞു നിന്നു. ഞാൻ പോത്താവുമ്പോ ഞാൻ തരാറ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതാണ് നേരം വെക്കി. എളുപ്പം കൊണ്ടേ അത് ഉണ്ടാക്കിക്കോ. മനസ്സങ്ങൾ വന്നോ? പിന്നെ 10 മണിക്ക് ഓൻ എയർപോർട്ടിൽ ഇറങ്ങുന്നതാണ് കുഞ്ഞോർക്ക് വിളിച്ചിത്രേ. നിങ്ങൾ വണ്ടിക്കാരനോട് പറഞ്ഞോ? വണ്ടിക്കാരനോടൊക്കെ ഞാൻ പറഞ്ഞേക്കണം. ഓരോട് നേരത്തെ കാലത്ത് ഇറങ്ങാൻ പറഞ്ഞു. മറ്റൊരു അല്ലാ പഠിച്ചോനെ. പിന്നെ സെമി കുട്ടികളൊക്കെ വന്നിക്കണം. ഓലെപ്പഴാ വന്നത്? ഓല ആ ബസ്സിന് ഇപ്പഴെത്തിയിട്ടുള്ളൂ. ഞങ്ങളെ ഗൾഫിന്ന് വരുന്നുണ്ട് അറിയുമ്പോഴെങ്കിലും എന്നെ ഒന്ന് കാണാലോ. എന്താപ്പാ ഞങ്ങളടുത്തേക്ക് വരലില്ലേ? പിന്നെ ഇച്ചിങ്ങനെ വന്നിട്ട് ആരൊക്കെ പോരുന്നെ എയർപോർട്ടിക്കോ? കുഞ്ഞോള് പോരുന്നില്ല. പിന്നെ സെമിയും കുട്ടികളും പോരുന്നുണ്ട്. ഓള് പോരാത്തു? ഓള് പോന്നു കഴിഞ്ഞാ ഇവിടെ ആരാ വെച്ചുണ്ടാക്കാന്? അപ്പൊ എന്താ അനക്കള് വെച്ചുണ്ടാക്കിയാല്? അനക്ക് കജ്ജും കാലൊന്നുമില്ലേ? സെമിന്റെ മാപ്പിളല്ലല്ലോ വരുന്നേ, കുഞ്ഞോളെ മാപ്പിളല്ലേ. അപ്പൊ ഓളല്ലേ കൊണ്ടുവരാൻ പോരണ്ടി? കുഞ്ഞോളെ എന്താപ്പാ ഇജ്ജ് പോരുന്നില്ലേ? ഇജ്ജ് എന്താ മാറ്റാ കിടക്കുന്നു? ഞാൻ പോരുന്നില്ലപ്പാ. എന്താ? ഞാന് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ എനിക്ക് യാത്രന്റെ ബുദ്ധിമുട്ടും ഉണ്ട്. ഇജ്ജ് പോന്നില്ലേ ഓനെന്തെങ്കിലും തോന്നൂലേ? എനിക്ക് യാത്രാ ക്ഷീണാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഇജ്ജ് എന്റെ ഉമ്മാന്റെ വർത്താനം കേട്ടിട്ടല്ലേ പോരാക്കണ്? ആ ചെറുക്കാൻ എന്തെങ്കിലുമൊക്കെ തോന്നും ഇജ്ജ് പോന്നിട്ടില്ലെങ്കിൽ. അതൊന്നല്ലേ. ഞാനേ എനിക്ക് യാത്രാ ക്ഷീണം ഉണ്ടാവുകൊണ്ടാണ് ഞാൻ പോരാ. പിന്നെ കാക്കു വരുമ്പോക്ക് ഫുഡ് ആകും വേണ്ടേ. ഇനി അതിന് നിങ്ങളും ഉമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. എന്നാ പോയിട്ട് വരാം. പിന്നെ കുട്ടികളെ കജുമെന്ന് വേറിണ്ടരുതേ. നല്ലോണം നോക്കിക്കൊണ്ടു. അതിട്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായും. അപ്പൊ മേപ്പോട്ട് നോക്കി നിൽക്കരുത്. പിന്നെ എന്തേലും പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ നോക്കിക്കോളാം. കാക്കു വന്ന് തോന്നണു. വണ്ടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. അമ്മാരുടെ വന്നോ?
പറ്റയിക്കണത്? അതും അവിടെ പണിയല്ലേ, ആ പണി കൊണ്ടായിരിക്കും. ഫോണിൽ കണ്ടപ്പോ ഇതിലേറെ പിന്നെ മോറിനൊക്കെ നല്ല തെളിവുണ്ടായിരുന്നല്ലോ. നേരത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടണ്ടേ? അവിടെ അതൊന്നും കിട്ടൂലല്ലോ. റൂമില് അങ്ങനെ നമുക്ക് വിചാരിച്ച മാതിരി ഭക്ഷണങ്ങളൊന്നും കിട്ടൂല. അപ്പൊ എന്ത് ജിഞ്ഞ കൊണ്ടുവരാൻ വരെ? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട വരുമ്പോക്കിന് അതുകൊണ്ട് കൊണ്ടുവരാൻ വരുന്നത്. അപ്പൊ എന്നാ വന്നിട്ട് ഉണ്ടാക്കിയപ്പോ അറിയില്ലേ ഭക്ഷണമൊക്കെ? ഞാൻ ഈ ഓരോ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചു. വന്നിട്ടുണ്ടാക്കുമ്പോ കൊറേ നേരം വൈകൂലേ? അപ്പൊ ഞങ്ങൾക്ക് നേരം വൈകും വിചാരിച്ചിട്ട് വരാഞ്ഞത്. കഴിച്ചു പോന്നാ പോരേ? അത് പിന്നെ ഞാൻ അത്ര ആലോചിച്ചില്ല. ഞങ്ങൾക്ക് അത്ര ഇടങ്ങാറാവുന്ന ആലോചിച്ചില്ല. നല്ല വിഷമായോ? സോറി. ഇന്നത്തെ കസാലയിലിരിക്കും. കൊയങ്ങിയില്ലാതെ ഇന്നലെ രാത്രി പെട്ടിയാട്ടിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കൊന്നും കിട്ടിയില്ല. ഉറക്കം തീരെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇപ്പൊ രാത്രി പിന്നെ വന്ന് അവിടെ ഒരു 2-3 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. അങ്ങനെയൊക്കെ പാടായിട്ട് ഭയങ്കര ക്ഷീണമാണ്. കുഞ്ഞുട്ടിയെ മടുട്ടിയെ മേത്ത് വെള്ളം പറഞ്ഞു വന്ന പൈച്ചിനെ എന്തെങ്കിലും തിന്നാനേ? കുഴക്കൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക? എന്താ കാപ്പോ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരാറിന് പോയതല്ലേ ഞങ്ങള്? 2 കൊല്ലായി പോയിട്ട്. എന്താ ചെയ്യാ, ഓരോരോ പ്രശ്നങ്ങൾ എനിക്കറിയില്ല. ഒന്ന് കഴിയുമ്പോ വേറെ ഒന്ന്, പിന്നെ അത് കഴിയുമ്പോ വേറെ ഒന്നുണ്ടാവും. ഇങ്ങനെ ആവുമ്പോ നമ്മൾ തന്നെ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേ. അപ്പൊ അതിന് നമുക്ക് സാമ്പത്തികം നമുക്കറിയാലോ. അപ്പൊ ഞാൻ അടുത്ത മാസം വരാന്ന് കരുതി അങ്ങനെ നിൽക്കും. ഈ ഒരു പോക്കും കൂടി പോയാൽ മതി. ഇത്ര കാലം പോയിട്ട് സമ്പാദ്യങ്ങളൊന്നും ഇല്ലല്ലോ. 15 കൊല്ലായി ഞങ്ങൾ പോക്ക് തുടങ്ങിയിട്ട്. ഈ ഒരു പോക്കും കൂടി പോയാൽ മതി. എന്തൊക്കെ പറയുന്നു? അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു അധീനം വേണ്ടേ, ഒരു വീട് വേണ്ടേ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെണ്ണ് പഠിക്കുന്നത് ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. ഓളെ 2-3 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിക്കും വേണം. അപ്പം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്തണ്ടേ. അതെങ്ങനെ കഴിയും? ഇവിടെ കൊണ്ടാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ. എത്ര കാലമായിട്ട് അങ്ങനെ ഒറ്റക്ക് ജീവിക്കുക? സമ്പാദ്യമല്ല ജീവിതമല്ല മാറി നമ്മളെ അവസ്ഥ. എനിക്ക് മടുത്തു ഇങ്ങനെ ഒറ്റക്ക് ജീവിച്ചു കണ്ട്. എന്താ ചെയ്യാ? അതായത് ഇഞ്ച മാത്രം കാര്യമില്ല, ഞങ്ങൾ പ്രവാസികളായ ഞങ്ങളൊക്കെ അവസ്ഥ തന്നെയാണ്. അടുത്ത ഈ പോക്കിന് നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കണ്ടേ. ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകളായി. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവല്ലാതെ എന്താ ചെയ്യുക? ഞങ്ങൾ ഈ പ്രവാസികളുടെ അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ നാട്ടിലല്ലേ, നിങ്ങൾക്ക് കല്യാണത്തിൽ കൂടാ, സൽക്കാരത്തിൽ കൂടാ, ആരെങ്കിലും മരിച്ചാൽ ആ മരിപ്പിലൊക്കെ പങ്കെടുക്കുക, എല്ലാ കാര്യങ്ങളും. ഇതെല്ലാം സഹിച്ചിട്ടാണല്ലോ ഞങ്ങളവിടെ നിൽക്കുന്ന ഒരവസ്ഥ. ഈ ചിന്തിച്ച് നോക്കാം. ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്, നാട്ടിൽ വരണം, കുടുംബത്തിനോടൊത്ത് ജീവിക്കാനൊക്കെ നല്ല ആഗ്രഹത്തിലാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയില്ലേ. നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണാൻ വരുന്നല്ലോ, നല്ല തടിയൊക്കെ കൂടി ഉഷാറായിരിക്കണല്ലോ. ഓറൊന്നുമില്ല, അതിന് മാത്രമുള്ള തടിയൊന്നുമില്ല. ഭക്ഷണം ഞാൻ ഇപ്പോഴും വിചാരിച്ചു ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് തടി കുറക്കണം. അത്രയൊന്നുമില്ല, അങ്ങനെ കുറക്കാൻ മാത്രമുള്ള തടിയൊന്നും ബോറില്ല. ബോറൊന്നുമില്ല. അല്ല, നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കുക. പെട്ടി പൊട്ടിച്ചണൊന്നുമില്ലേ? പെട്ടി പൊട്ടിക്ക താത്ത. കാക്കു ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. കുട്ടികളൊക്കെ ഇപ്പൊ ഉറങ്ങും. ഓല് ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഓൽക്ക് ഒന്നും കാണാൻ പറ്റൂലല്ലോ. എന്നാ പെട്ടി പൊട്ടിക്കല്ലേ, എന്നാ മനയോലൊക്കെ ഒന്ന് വിളിച്ചോളി. പെട്ടി എടുത്താ നമ്മള് എന്നാ പിന്നെ ഓൽക്കൊക്കെ പോണ്ടേ. ഓർക്ക് പോകാനൊക്കെ പോവുകയും ചെയ്യാം. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റ് ചെയ്യാലോ. ആയിക്കോട്ടെ, എന്നാ വാ. ഇവിടെ വരി, ഞങ്ങള് പറഞ്ഞ ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുപോണിയാ. ബ്ലാങ്കറ്റ് കൊണ്ടോ? പച്ചല്ലേ പറഞ്ഞേ? പച്ചന്നെയാണ് പറഞ്ഞത്. പക്ഷെങ്കിലും ഞാൻ ഈ പച്ചല്ലേ കരുതിയത്, വേറെ സൈസ് പച്ചല്ലേ.
അതാ ഞാൻ കരുതിയത്. ഇതിപ്പോ ഞാൻ ഒരുപാട് നിങ്ങള് പച്ചാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെരഞ്ഞ് നോക്കിയിട്ടാണ് ഇതന്നെ കിട്ടിയിരുന്നത്. ഈ പച്ചല്ല ഞാൻ അവിടെ ഇതല്ല പച്ചാന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? പച്ച കളറാണല്ലോ ഇത്. പക്ഷെ ഇത് ഇവിടെ ഉണ്ടേ. ഈ പച്ചല്ല ഞാൻ കരുതിയതേ. വേറൊരു സൈസ് പച്ച ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ ഇപ്പൊ പറഞ്ഞത്? ആ പച്ച ഞാൻ കരുതിയത്. ഞാൻ കരുതിയ പച്ചല്ല. എത്രങ്ങാനും ബ്ലാങ്കറ്റ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ പാടിച്ചിപ്പോ മരിച്ചു പോകുമ്പോ കൊണ്ടുപോവോ? ഉസുറും പൊളിയുമാണ്. ഞാൻ എന്റെ മകനോടല്ലേ പറയണേ, പുറത്താരോടൊന്നും അല്ലല്ലോ. മനസ്സാ ഇതാ നിങ്ങക്ക് വാച്ച് കൊടുക്കണു. നല്ല ചൊറുക്കുണ്ടല്ലേ വാച്ച്? നല്ല രസമുണ്ട്. ഇച്ചും കൊണ്ടുവന്നിട്ട് വാച്ച് വീട്ടിക്ക് ഈ കായില്ലാത്ത സമയത്ത് എന്തിനാ അതൊക്കെ വാങ്ങി? അതൊന്നും കുഴപ്പമില്ലപ്പാ. ഇപ്പൊ വാച്ച് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലേ? പിന്നെ പറ്റാതെ നല്ല വാച്ചാ, നല്ല അടിപൊളി വാച്ചാ, നല്ലോണം പറ്റിയിരുന്നു. എത്ര ഇതിന് കൊടുത്തു? അതിനൊക്കെ കുറഞ്ഞ പൈസ ഉള്ളൂപ്പാ. ഇതാ ഇത് പാന്റെ തുണക്കാർക്ക് കൊടുക്കാല്ലോ കേട്ടോ. കുട്ടികള് പാന്റെ തുണക്കാർക്ക്. ഇതാ ഇത് നമ്മളെ സെമിന്റെ കുട്ടികൾക്ക് കൊടുത്തത്. ഓളെ കുട്ടികൾക്ക് കൊടുത്തത്. അതൊക്കെ പെൺകുട്ടികൾക്കുള്ള സാധനങ്ങളാണ്. ലിപ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതാ ഇത് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് തലയിൽ തേക്കാൻ ഇല്ലെങ്കിൽ എന്തിനൊക്കെ പറ്റും. തന്നെയാണ് മതി. അത് പൊന്നിനോട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ഓക്കുള്ളതാണ്. അതന്നെ പെൺകുട്ടികൾക്കുള്ള സാധനങ്ങളാണ്. തന്നെ അറിയുള്ളൂ. ഒരു പറഞ്ഞതാണ് ഇതൊക്കെ ഓർഡർ ചെയ്താണ്. അതും ഓർക്കില്ല. ഇത് നമ്മളെ അമ്മായി കൊടുത്തോണ്ടി. അമ്മായിക്കോ? ഇത് നമ്മളെ സുലൈമാന്റെ കുട്ടികൾക്കുള്ള മുട്ടായിയാണ്. താരത്തെ സുലൈമാനല്ലേ, അവന്റെ കുട്ടികൾക്കുള്ള മുട്ടായിയാണ്. ഓൻ തന്നേൽപ്പിച്ചാണ് കൊടുക്കുക. അത് നാളെ രാവിലെ തന്നെ കൊടുത്തോണ്ടി. സമയം എന്നാ ഇജ്ജ് പറഞ്ഞ ഫോണ്? ഇജ്ജ് പറഞ്ഞ ഫോണ് എന്തേ എനിക്ക് പറ്റിയില്ലേ? ഞാൻ എന്നോട് ഐഫോണല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ. ഇതെന്ത് സാധാ ഫോണാണല്ലോ. ഐഫോണൊക്കെ എന്താ വിലച്ചിട്ടാ? ഇത് കുഴപ്പമില്ലാത്ത ഫോണാണ്. നല്ല ക്ലാരിറ്റി ഇതൊക്കെ ഉള്ള ഫോണാണ്. ഇങ്ങനത്തെ ഫോണും ചെറുത്തുണ്ടല്ലോ. എനിക്ക് ഐഫോൺ വേണമെന്ന് എഴുതിയിട്ടാണ് ഞാൻ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ മാസമല്ലേ അളിയൻ പോകുന്നത്. എന്നപ്പോ എനിക്ക് അളിയനോടൊന്നും പറഞ്ഞൂടെ കൊണ്ടുവരാൻ? എന്റെ അവസ്ഥ ഇപ്പൊ എനിക്കറിയില്ലേ. അളിയനോടോ? അളിയന് ഇപ്പൊ കഴിഞ്ഞ വരവില് പിന്നെ കുടിയിരുന്നിട്ടല്ലേ ഉള്ളൂ. പെരപ്പണിന്റെ കടവും കള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. പിന്നെ എങ്ങനെ അളിയനോട്? അത് ശരി, നിങ്ങക്ക് പെര കയറ്റിയ കട. അപ്പൊ എനിക്ക് ഇപ്പൊ നിങ്ങളെ കുടിയിരിക്കലിന് ഇതിനൊക്കെ വാങ്ങി തന്ന കടം തന്നെ വീടിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ 10-15 കൊല്ലായില്ലേ വെളുപ്പ് പോരാൻ തുടങ്ങിയിട്ട്. എനിക്ക് വല്ല സമ്പാദ്യം ഉണ്ടോ? ഇപ്പോഴും ഞാൻ ഈ വാടകയിലാണ്. അവിടെ പൈസ വായിച്ച മരമൊന്നുമില്ല. അതിന് മാത്രം ശമ്പളമൊന്നും ഇല്ല എനിക്ക്. എല്ലാം എനിക്കറിയില്ലേ. കുഞ്ഞോളെ എടേ ഇവിടെ വാ. ഒന്നുമില്ല. ഇത് പറഞ്ഞൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇവര് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിപ്പോത്തിനെ എൻ്റെ കയ്യിലുള്ള പൈസ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2-3 മാസം ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ഇതിനൊക്കെ പൈസ പോകണ്ടേ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അടുത്ത് ഞാൻ ചെന്ന് 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ജുനൈൽ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തായിരുന്നു. എനിക്ക് വിഷമാവും. നിങ്ങളെ നാട്ടിൽ വന്നില്ലേ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യല്ലേ? എന്നാലും ഓൽക്കില്ലതൊക്കെ ആയില്ലേ. എന്നാലും ഓൽക്കില്ല പരാതി ഉണ്ടാവില്ലല്ലോ. ഓല പരാതി തീർന്നില്ലേ? എന്നാലിപ്പോ കേട്ടില്ലേ ഓല പരാതി?